ഏറനാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N. ശ്രീപ്രകാശാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രകാശ് ചേട്ടാ, മത്സരിക്കുന്ന എല്ലായിടത്തും വോട്ട് കൂടുതൽ നേടുന്ന ഒരു ചരിത്രമാണ് അങ്ങയുടെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ ഏറനാട് BJPക്ക് അത്രയധികം വേരെടുപ്പ് കണക്കുകളിൽ കാണുന്ന മണ്ഡലമല്ല. എന്താണ് ഇവിടുത്തെ പ്രതീക്ഷ? തീർച്ചയായിട്ടും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം BJPക്ക് നല്ല മുന്നേറ്റമുള്ളൊരു സമയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. പ്രതീക്ഷയേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP നേടുമെന്നാണ് വിശ്വസിക്കുന്നത്. ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് BJP കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2-3 തവണയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഭരണം, അഴിമതിയില്ലാത്ത ഭരണം, വികസനത്തിൽ ഊന്നിയിട്ടുള്ള ഭരണം, ആ ഭരണം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഏറനാടിലും പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏറനാടിൽ നല്ല മുന്നേറ്റം BJP ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. നമുക്ക് വോട്ടർമാരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഫീഡിങ് എന്താ വെച്ചാൽ, നല്ല ജനങ്ങൾ BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. ഈ നാട്ടിലും അത്തരത്തിലുള്ള ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്, പുതിയ ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിനും നല്ല സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോൾ BJPയുടെ പെർഫോമൻസ് മറ്റ് മണ്ഡലങ്ങളെക്കാൾ 10,000-ൽ താഴെയാണ്. 6,000-7,000 ഇടയ്ക്ക് വോട്ടുകളൊക്കെയാണ്. വലിയൊരു വെല്ലുവിളിയല്ലേ മുമ്പിലുള്ളത്? വെല്ലുവിളിയാണ്. പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നത് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകൻ എന്നതിലുള്ള എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ ചുമതല. ആ ചുമതല ഞാൻ നിർവഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കാത്ത ആളായിരുന്നു. പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് സംഘടനാ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് പ്രവർത്തകരെല്ലാവരും വളരെ ആവേശത്തോടു കൂടി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും പാർട്ടി ഏൽപ്പിച്ച ചുമതല 100% സത്യസന്ധമായി പാർട്ടിയെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇതിൽ പറയാനുള്ളൂ. എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധങ്ങൾ എല്ലായിടത്തും ഉള്ളതാണ്, അഭിഭാഷകൻ എന്ന നിലയിലും അല്ലാതെയൊക്കെ. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ഏറനാട്ടിലും പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ, ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അഭിഭാഷകൻ എന്ന നിലയ്ക്കും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിൽ കാര്യത്തിലും ഞാൻ വലിയ രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. അത്തരത്തിലുള്ള എൻ്റെ ശ്രമങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. എവിടെ പോയാലും എനിക്ക് അറിയാത്ത ആളുകളില്ല. അതാണ് ഏറ്റവും പ്രത്യേകത. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വോട്ടായിരിക്കുമോ ഇത്തവണ ഏറനാട് പ്രകാശനം നേടാൻ പോകുന്നത്? ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഏറനാടിൽ ഉണ്ടാവുക. BJP കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ഏറനാട്ടിനും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് BJPയുടെ പ്രചരണം ഈ ഏറനാട് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ മികച്ച ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്താനും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.